ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിലേക്ക് തിരികെ 31 സങ്കീർത്തനം. ഇളകി മറിയുന്ന ലോകത്തിൽ ഉറപ്പുള്ള ഒരു വിശ്വാസിയായി, കോൺഫിഡൻറ്റ് ക്രിസ്ത്യൻ ഇൻ എ ട്രബിൾഡ് വേൾഡ്. ഇന്നത്തെ ലോകം വളരെയധികം അസ്ഥിരതയുള്ളതും അസ്ഥിരപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തെ ഇളക്കി മറിക്കുന്നതുമായ ലോകം. അതേത് തലത്തിലായാലും ആധ്യാത്മിക നിലവാരത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തിന് ഇക്കാലം വളരെയധികം പ്രതിസന്ധിയുള്ളൊരു കാലം. ലോക സമാധാനത്തോടുള്ള വെളിച്ചത്തിൽ വളരെയധികം പ്രതിസന്ധി. രാജ്യത്തിലും സമൂഹത്തിലും ആകമാനം അസ്ഥിരത, അസ്വസ്ഥത, ഭയമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ നടുവിലാണല്ലോ വിശ്വാസ സമൂഹം ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണമാണ് വിശ്വാസിയെ ലോകത്തിൽ വ്യത്യസ്തരാക്കുന്നത്. നമുക്കെല്ലാം പരിചയമുള്ളൊരു വേദഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 27-ാമത്തെ അധ്യായം. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല എങ്കിലും ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിലായ ചരിത്രം അവിടെ ദീർഘമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ 276 പേരായിരുന്നു എന്നാണ്. അതിലൊരു ഭൂരിഭാഗം ആളുകൾ പൗലോസിൻ്റെ കൂടെ ലൂക്കോസ് കാണുമായിരുന്നിരിക്കണം. അപ്പോൾ 274 പേരും വളരെയധികം അസ്വസ്ഥരായി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ഭീതിയുടെ നിഴലിൽ പാർക്കുമ്പോൾ ഒരു മനുഷ്യൻ വ്യത്യസ്തനായി. അദ്ദേഹം അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്. ആ ദൈവത്തെ അല്പം ഒന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം. എൻ്റെ ഉടവിനും ഞാൻ സേവിക്കുന്നവനുമായ എൻ്റെ ദൈവം. അപ്പോൾ അദ്ദേഹത്തെ ആ സമൂഹത്തിൻ്റെ നടുവിൽ വളരെ വ്യത്യസ്തനാക്കി കാണിച്ചു. 31-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഈ പട്ടികയിലേക്ക് ഉയരുകയാണ്. 31-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മാത്രമേ ആ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഏറെ ദുഃഖം അനുഭവിക്കുന്ന സങ്കീർത്തനത്തിനൊരു പ്രത്യേകതയാണ്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതാനുഭവവുമായി വളരെയധികം ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ മാത്രമല്ല, ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന വേദഭാഗമാണ് സാംസ്. അതിനെക്കുറിച്ചാണ് ഒരു ദൈവദാസൻ പറഞ്ഞു, ലിറിക്സ് ഓഫ് ലൈഫ്. ജീവിതത്തെക്കുറിച്ചുള്ള പാട്ടുകളാണ് സങ്കീർത്തനം. അപ്പോൾ സങ്കീർത്തനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറെ സ്പർശിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് കടന്നു പോകുന്ന സങ്കടത്തിൻ്റെ ആഴം നമുക്ക് 9-ാമത്തെ വാക്യത്തിൽ, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. അത്രമാത്രം വ്യസനം. അദ്ദേഹത്തിൻ്റെ വേദന പറയുകയാണ്, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും 10-ാം വാക്യത്തിൽ എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞുപോയി. അതുകൊണ്ട് 10-ാമത്തെ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, he feels himself as a weak person. എൻ്റെ ബലം ക്ഷീണിച്ചു. നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെ നമ്മൾ ബലഹീനരായി നമുക്കത് തോന്നും, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ പോലെ. അതാണ് അപ്പം അവിടെ ദാവീദ് പറയുന്നത്. 13-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, ഭയപ്പെടുന്നൊരു മനുഷ്യനെയാണ് ചുറ്റും ഭീതി എന്ന അപശ്രുതി, ഫുൾ ഓഫ് ഫിയർ. ഇതും ഇന്നത്തെ ലോകത്തിൽ നിന്നും അന്യമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെയൊക്കെ കാരണം ഈ സങ്കീർത്തനത്തിൽ ഒന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അതല്ല നമ്മുടെ ചിന്താവിഷയം. എങ്കിലും പശ്ചാത്തലം അറിയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പ്രയോജനപ്പെടും. 11-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്,
ഞാൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു. ഡിസ്പൈസ്ഡ്. ലോകത്തിൽ ഞാൻ ഇന്ന് നിന്ദിതനായി തീർന്നിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഫീൽസ് റിജക്റ്റഡ്. മരിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഒരാളിനെ മറന്നു പോകുന്നത് പോലെ എന്നെ മറന്നു പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ നിന്ദിതനായി തീർന്നു എന്ന് തോന്നുന്ന അനുഭവം, മറ്റുള്ളവരാൽ ത്യജിക്കപ്പെടുന്ന അനുഭവം. അവസാനമായി അദ്ദേഹം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 12-ാമത്തെ വാക്യത്തിൽ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കും. ലൈക്ക് എ ബ്രോക്കൺ വെസൽ എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്ത് പ്രത്യാശയില്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പാത്രം കേടായി എന്ന് പറഞ്ഞാലല്ല, പാത്രം ഉടഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓവർ. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ ഭാരങ്ങൾ നിമിത്തം അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ലോകത്തിൽ തള്ളപ്പെട്ടും നിന്ദിതനായും വ്യസനം അനുഭവിച്ചു, ക്ഷീണിച്ചു, എൻ്റെ ബലം കുറഞ്ഞു, ഭയപ്പെട്ടും ഒരു ഉടഞ്ഞ പാത്രം പോലെ ഞാൻ ആയിരിക്കും. സങ്കീർത്തനത്തിനകത്തെ ഒരു പ്രത്യേകത, ഈ നിലവിളിയുടെയും കരച്ചിലിൻ്റെയും തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളൊക്കെ വർണ്ണിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. വേദഭാഗം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കണം. അദ്ദേഹം വിലപിക്കുന്ന ഏതാനും വാക്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കഴിയുമ്പോൾ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, ട്രസ്റ്റാണ്. അപ്പോൾ ഒരു വിധത്തിൽ വേദനയും വിശ്വാസവും സാൻഡ്വിച്ച് ചെയ്ത് പറഞ്ഞതുപോലെയാണ് ഈ സങ്കീർത്തനം മുഴുവൻ. അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതാനുഭവം അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേദനകളുടെ വാക്കുകളും ദുഃഖത്തിൻ്റെ വാക്കുകളും പറയുമ്പോൾ തന്നെ അതിനകത്തൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടെ ഉണ്ട്. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്നതാണ്. എക്സ്പീരിയൻസസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കലാമിറ്റീസ്, അതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഈ ദൈവദാസൻ ജീവിതത്തിൻ്റെ വലിയ ദുഃഖത്തിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ ചെയ്യും. നോക്കിക്കാട്ടെ 14-ാമത്തെ വാക്യത്തിൽ, എങ്കിലും യഹോവേ, ബട്ട് ഗോഡ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് തിരിയുകയാണ്. അവിടെ ആ വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, നീ എൻ്റെ ദൈവം, യു ആർ മൈ ഗോഡ്. അപ്പോൾ വേദനയുടെ വാക്കുകൾ ഇങ്ങനെ ഉച്ചരിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, എങ്കിലും കർത്താവേ, നീ എൻ്റെ ദൈവമാണ്. ഗ്രേറ്റ് കൺഫെഷൻ. എൻ്റെ വിചാരം പ്രത്യാശ ഉളവാകുന്ന വാക്കുകൾ അവിടെ ആരംഭിക്കുകയാണ്. ആ ദൈവം ആരാണെന്ന് അദ്ദേഹം വർണ്ണിക്കുന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമെങ്കിലും ജീവിതാനുഭവമുള്ളവർ ദൈവത്തെ വർണ്ണിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ തന്നെ വർണ്ണിക്കും. 84-ാം സങ്കീർത്തനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, സങ്കീർത്തനക്കാരൻ സൈന്യങ്ങളുടെ ദൈവം യഹോവേ എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ എൻ്റെ രാജാവായ ദൈവമേ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചേർത്താണ് പറയുന്നത്. ബിക്കോസ് ഹി നോസ് ഗോഡ് ലൈക്ക് ദാറ്റ്. ദൈവത്തെ അങ്ങനെ അറിയാം. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് നീ എൻ്റെ ദൈവമാകുന്നു, യു ആർ മൈ ഗോഡ് എന്ന് പറയുമ്പോൾ 3-4 വാക്യത്തിൽ എൻ്റെ പാറയാണ്, എൻ്റെ കോട്ടയാണ്. താഴോട്ട് പറഞ്ഞിരിക്കുന്നു, നീ എൻ്റെ ദുർഗമാകും. നമ്മൾ സാധാരണ പാടുന്ന പാട്ടിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ലോർഡ് യു ആർ മൈ ഓൾ, നീ എനിക്ക് എല്ലാറ്റിനും എല്ലാമാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രഖ്യാപനമാണ്, ദൈവമേ നീ എൻ്റെ ദൈവമാകും, നീ എനിക്കെല്ലാം എല്ലാറ്റിലും എല്ലാമാണ്. ആ ദൈവത്തോടുള്ള ആ ലോയൽറ്റിയും കൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. 6-ാം വാക്യം നോക്കിക്കാട്ടെ, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്തതിനോടൊന്നും ഞാൻ പറ്റി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഹിസ് ഫെയ്ത്ത് ഇസ് ഡിക്ലെയർഡ്. എത്ര മനോഹരമായിട്ടാണ് എന്ന് നോക്കിക്കാട്ടെ. 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം വർണ്ണിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയുക. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എൻ്റെ നീതി നിമിത്തം, ലോർഡ് യു ആർ റൈച്ചസ്, ഓ ഗോഡ് യു ആർ റൈച്ചസ്. അപ്പോൾ ദൈവം ആരാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ദൈവമേ നീ നീതിയുള്ളവനാകും.
രണ്ടാമത് നോക്കിക്കാട്ടെ 21-ാമത്തെ വാക്യത്തിൽ നിന്റെ ദയ, ഇംഗ്ലീഷ് ഭാഷയിൽ അല്പം കൂടെ മനോഹരമാണ്. യുവർ ലവിങ് കൈൻഡ്നെസ്, നിന്റെ ദയ. അപ്പോൾ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച്, സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ നിന്റെ നന്മ, യുവർ ഗുഡ്നെസ്. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൻ്റെ വേദനകൾ, തൻ്റെ ഭയങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ കഷ്ടങ്ങൾ, വേദനകളെല്ലാം വർണ്ണിക്കുന്നതിനിടയിൽ പറയുകയാണ്, നീ എൻ്റെ ദൈവമാകുന്നു. ലോർഡ് യു ആർ മൈ ഗോഡ്. ഈ ദൈവം ആരാണെന്ന് പറയുക. എത്ര മനോഹരമാണ്. 3-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമേ നീ വിശ്വസ്തനാണ്, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി രക്ഷിക്കണമേ. നിന്റെ വിശ്വസ്തത, യുവർ ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത് പറഞ്ഞു, നീ എൻ്റെ ദൈവം ആകും. രണ്ടാമത് 14-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കാട്ടെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രഖ്യാപനമാണ് വേദനയുടെ നടുവിൽ. നീ എൻ്റെ ദൈവമാകുന്നു. 2, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അത് ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഒന്നാമത് നീ എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ അതാണ്, ഇളകി മറിയുന്ന ലോകത്തിൽ. രണ്ടാമത് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് ലഭിക്കുന്നു, നിന്നിൽ ഞാൻ ആശ്രയിക്കും. മൂന്നാമത് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ആകുന്നു. ഇംഗ്ലീഷിൽ അല്പം മനോഹരമാണ്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവമക്കൾക്ക്, ദാവീദിനെ പോലെ ദൈവത്തോട് ഉറ്റ അനുഭവമുള്ള ദൈവമക്കൾക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഇതെല്ലാം എങ്ങനെയാണെങ്കിലും ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലാണ്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. എത്ര ഉറപ്പാണില്ലേ? ഞാൻ പറയും, ഈ ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് ലൈഫ്, പലപ്പോഴും ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതായത് ഒരു സ്ഥലത്തങ്ങ് വലിയ പ്രയാസമാണ്, ഹൗ ടു ബാലൻസ് ഇറ്റ്. ഞാനത് വർണ്ണിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത്, എനിക്ക് വളരെ പ്രയാസമുള്ളൊരു വിഷയമായിരുന്നു കെമിസ്ട്രി. പഠിക്കാൻ വേണ്ടി ആവശ്യത്തിന് പഠിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. എഞ്ചിനീയറിങ്ങിന് പോയപ്പോൾ അത് വേണ്ടായിരുന്നു, അത് ഭാഗ്യമായി കരുതിയിരിക്കും. എന്നാൽ ഇത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു മേഖലയുണ്ട്. ഈ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന, ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നൊരു പദ്ധതിയുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇതൊന്നും ശരിക്കൊന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് അത് ആവശ്യമില്ലായിരുന്നത് കൊണ്ട് ഞാൻ അതിനെ അങ്ങ് അവഗണിക്കുകയും ചെയ്തു. ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ബാലൻസ് ഇറ്റ്. എനിക്ക് ലോകത്തിൽ ചിലപ്പോൾ ജീവിത അനുഭവങ്ങളെ നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചോണേ, ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നും. എന്നാൽ അവിടെ നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. വെൻ യു പുട്ട് ഗോഡ്, ഇറ്റ് ബാലൻസസ് എവറിത്തിങ്. ബട്ട് ഗോഡ്, എങ്കിലും ദൈവം. ഞാൻ പലപ്പോഴും പറയും, അത് നമ്മുടെ ജീവിതത്തിൽ പറയാൻ നമുക്ക് വിശ്വാസത്തോടെ കഴിയുമെങ്കിൽ, കൺവിക്ഷനോടെ പറയുമെങ്കിൽ, ബട്ട് ഗോഡ്, ജീവിതാനുഭവങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, no matter what experiences you are going through, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്, ബട്ട് ഗോഡ്, എങ്കിലും ദൈവം. അതാണ് നമ്മളിവിടെ കാണുന്നത്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. നോക്കട്ടെ, അതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഈ സമയത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചാൽ നല്ല സമയമാണെന്ന് തോന്നുന്നില്ല. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ മോശം സമയം എന്ന്, ദോഷമുള്ള സമയമെന്ന് ഒരുപക്ഷെ പറയാനായിട്ട് കഴിയും. കാരണം കാലങ്ങൾ മാറുന്നു, സമയങ്ങൾ മാറുന്നു.
സഭാപ്രസംഗി വായിക്കുമ്പോൾ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഫോർ എവറിത്തിങ് ദർ ഇസ് എ ടൈം. ജനിപ്പാനൊരു കാലം, മരിക്കാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, പണിയാനൊരു കാലം, ഇടിപ്പാനൊരു കാലം, കരയുവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം. ടൈംസ് ചേഞ്ച്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കറിയാം, ജീവിതാനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇന്നുള്ളതല്ല നാളെ ഉണ്ടാകുന്നത്. ജീവിതാനുഭവങ്ങൾ മാറി മറിയുന്നു. എന്നാൽ അവിടെ നമുക്ക് ഉറപ്പായി നിൽക്കുന്നത് ഒരു കരം. അവിടെ അദ്ദേഹം പറയുന്നു, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ, ഇൻ യോർ ഹാൻഡ്സ്, ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കുന്നു. ഇൻ ഗോഡ്സ് ഹാൻഡ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് ഇവിടെയാണ്. മാറുന്ന കാലത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ കൺട്രോൾ കിട്ടിയിട്ടില്ല. ലോകത്തിൽ ആർക്കും എത്ര വലിയ പ്രഭുവിനും സമയത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. എന്നാൽ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ കാലങ്ങളെ ദൈവത്തിൻ്റെ കരത്തിൽ ഭദ്രമായി കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. My times are in the hands of God. Happy times and sad times are in the hands of God. ദൈവത്തിൻ്റെ കരത്തിൽ അത് ഭദ്രമാണ്. യിരെമ്യാ പ്രവചനം 18-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ആ പ്രവൃത്തിയുടെ വലിപ്പം യിരെമ്യാവിനെ ഒന്ന് ഒരു പാത്രം കളിമണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കുന്നതിൽ കൂടെ വെളിപ്പെടുത്തുന്നു. ആരംഭം മുതൽ കുശവന്റെ കരം അതിൻ്റെ പേര്. ഫ്രം ദ വെരി ബിഗിനിങ്. അത് മോൾഡഡ് ആകുമ്പോഴും കരമുണ്ട്. ആ മോൾഡഡ് ആയിട്ടുള്ള പാത്രം തകർന്നു പോകുമ്പോഴും ആ കരമുണ്ട്. ഒരു വിധത്തിൽ ആ കളിമണ്ണിന് സാക്ഷ്യം പറയാനൊരു അവസരം കൊടുത്താൽ ആ കളിമണ്ണിന് പറയുമ്പോൾ എന്ത് പറയുമെന്നറിയാവോ? My times are in his hands. ഏത് സമയത്തായാലും, ആരംഭത്തിലായാലും അവസാനത്തിലായാലും, my times are in his hands. അതിന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്, the providence of God. ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മലയാളത്തിൽ ഒന്ന് വ്യാഖ്യാനിച്ച്, providence of God. ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ച സൃഷ്ടിയെ വെറുതെ വിടുകയല്ലായിരുന്നു. സൃഷ്ടിച്ച തമ്പുരാൻ അതിൽ നിന്ന് കൈമാറ്റുകയല്ലായിരുന്നു. തൻ്റെ ബുദ്ധിയും തൻ്റെ ജ്ഞാനവും തൻ്റെ ശക്തിയും തനിക്കുള്ളതെല്ലാം താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനം 11:36 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സകലവും അവനാലും, സകലവും അവനിലും, സകലവും അവങ്കിലേക്കും ആവുന്നു. All things are from him, in him, through him and for him. ഏതെങ്കിലും കാലത്തിൽ തമ്പുരാൻ മാറി നിന്നിട്ടില്ല. സകലവും എന്ന് പറയുമ്പോൾ സകലവും എന്നാണ്. ലോകം മുഴുവനും അതിനകത്താണ്. ഇന്നത്തെ രാഷ്ട്രീയവും അതിനകത്താണ്. ഇന്നത്തെ ഇക്കോണമി അതിനകത്താണ്. വിശ്വാസികളായ നമ്മളും വളരെ ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും, we are in his hands. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ വണ്ടർഫുൾ പ്രോവിഡൻസ്, ദിവ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ കരുതൽ, അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്രമിക്കാൻ കഴിയും. ഒന്നുകൂടെ പറയട്ടെ, if you really believe it, you can rest in it. ജോൺ കാൽവിൻ പറഞ്ഞൊരു വാചകം ഞാൻ ഇവിടെ ഒന്ന് ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാൽവിൻ says, providence is a soft pillow a Christian can lay down his head to rest. ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ തല വെച്ച് പൂർണ്ണമായി വിശ്രമിക്കാൻ കഴിയുന്ന ഒരു നല്ല തലയിണയാണ് പ്രോവിഡൻസ്. ദൈവത്തിൻ്റെ ദിവ്യ കരങ്ങൾ, അതിൽ കൂടിയുള്ള കരുതൽ എത്ര മനോഹരമാണല്ലേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. ദൈവത്തിൻ്റെ നല്ല കരങ്ങൾ
ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ കഴിയും. ഒരിക്കൽ ഡെയിലി ബ്രെഡിൽ ഇപ്രകാരം ഞാൻ വായിച്ചു, when you see the hand of God behind everything, you can put yourself in that hand. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരത്തെ കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് കാണാനുള്ളൊരു ഉൾക്കണ്ണ നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. വി ക്യാൻ പുട്ട് എവറിത്തിങ് ഇൻ ഹിസ് ഹാൻഡ്സ്. ദൈവത്തിൻ്റെ കാര്യം എത്ര മനോഹരമാണ്. ദാവീദ് ഒരിക്കൽ പാപം ചെയ്തു, ജനത്തെ എണ്ണിയതാണ് തെറ്റ്. അത് 2 ശമൂവേലിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ. എണ്ണരുത് എന്ന ആളുകളൊക്കെ ഉപദേശിച്ചു എങ്കിലും അദ്ദേഹത്തെ അപ്പോൾ അഹങ്കാരം നിയന്ത്രിച്ചത് കൊണ്ട് ഒരു വിശ്വാസി ദൈവവൈദ്യരുമായിരുന്നെങ്കിലും ഈ ക്രോസ് ദ ലിമിറ്റ്, ദൈവത്തിൻ്റെ പ്രമാണം അദ്ദേഹം തെറ്റിച്ചു. ദൈവത്തിന് അത് അനിഷ്ടമായി. അങ്ങനെയാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അനിഷ്ടമായി കഴിഞ്ഞപ്പോൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. 7 സംവത്സരം ക്ഷാമമോ 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരുകയോ 3 ദിവസത്തെ മഹാമാരിയോ, ഓപ്ഷൻ കൊടുത്തു ദാവീദ്. ചൂസ് ഫ്രം ഇറ്റ്. 3 കാര്യം തന്നു. 7 സംവത്സരം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും, അല്ലെങ്കിൽ 3 ദിവസത്തെ മഹാമാരി. അപ്പോൾ ദാവീദ് കുഴപ്പത്തിലായി. എന്ത് പറയണം എന്നറിഞ്ഞുകൂടാ. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് ശ്രദ്ധിക്കണേ. 2 ശമൂവേൽ 24:14. ഞാൻ വലിയ വിഷമത്തിലായിരിക്കും. ഈ 3-നകത്തുനിന്ന് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഓൾ ആർ ഈക്വലി ബാഡ്. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഇനിയും അദ്ദേഹം പറയുകയാണ്, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ്റെ കരുണ വലിയതല്ലോ. 3-നകത്തുനിന്ന് 1-നകത്തും ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഐ എം ചൂസിങ് വൺ തിങ്. ലെറ്റ് മീ ഫോൾ ഇൻ ടു ദ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരത്തിനകത്തുള്ള ഭദ്രത എത്ര മനോഹരമാണ്. നമ്മെ മോൾഡ് ചെയ്യുന്നത് ദൈവകരമല്ലേ? രക്ഷിക്കുന്നത് ദൈവകരമല്ലേ? നമ്മളെ ഉയർത്തുന്നത് ദൈവകരമല്ലേ? നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവകരമല്ലേ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമല്ലേ? നമ്മുടെ ആവശ്യത്തിനുള്ളത് തക്ക സമയത്ത് തരുന്നത് ദൈവമല്ലേ? പിടിച്ചുയർത്തുന്നത്, മരണത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നത്. യായിറോസിന്റെ വീട്ടിലോട്ട് നോക്കിയാൽ കാണാം, ഇറ്റ് ഈസ് ഹിസ് ഹാൻഡ്സ്, മാർവലസ് ഹാൻഡ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ലെറ്റ് മീ ഫോൾ ഇൻടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഇത് എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ 3 സ്റ്റേറ്റ്മെന്റ് വന്നു. എൻ്റെ ഭൂതകാലം ദൈവത്തിൻ്റെ കരത്തിലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. മൈ പാസ്റ്റ് വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്, സോ ഐ പ്രൈസ് ഗോഡ്. മൈ പ്രസന്റ് ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്, സോ ഐ ആം വെരി സെക്യൂർ. എൻ്റെ ഇന്നുകൾ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്, അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഭദ്രതയുള്ളവരാണ്. 3, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരത്തിലാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ കാലഗതികൾ, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, ഇന്ന് ഏത് പശ്ചാത്തലത്തിലൊക്കെയാണ് നിങ്ങൾ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അലട്ടപ്പെടുന്നവരാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്ര സെക്യൂരിറ്റിക്കകത്ത് ജീവിക്കുന്നവർക്കും ഇന്നത്തെ കാലത്ത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ദേ ഡോണ്ട് നോ. എന്നാൽ നമുക്കൊരു വലിയ ഭദ്രതയുണ്ട്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് ഓ ഗോഡ്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കും. അത് ദൈവത്തിന് ലഭിക്കുന്ന 3-5 അഷ്യൂറൻസസ് പറയാൻ ആഗ്രഹിക്കും. 5 അഷ്യൂറൻസസ് വി ഹാവ്. 1, വളരെ വേഗം ഇതിനെ വ്യാഖ്യാനിക്കാൻ ഒരു പ്രയാസവുമില്ല. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കാലഗതികൾ എൻ്റെ കരത്തിലല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. മൈ ടൈംസ് ആർ നോട്ട് ഇൻ മൈ ഹാൻഡ്സ്, മൈ ടൈംസ് ആർ
ഇൻ ഹിസ് ഹാൻഡ്സ്. എന്താ അതിൻ്റെ ഉത്തരവെന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളുടെ മേൽ എനിക്ക് വിജയമുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. എൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിലല്ല. എൻ്റെ കയ്യിൽ എന്തെല്ലാം പരിമിതിയുണ്ട്, എത്ര കഴിവുണ്ടെങ്കിലും എനിക്ക് പരിമിതിയുണ്ട്. അതെൻ്റെ കയ്യിലല്ല. പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലാണ്. അപ്പോൾ എൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിൽ അല്ല. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഓർത്തോണേ, എവിടാ നമ്മുടെ കോൺഫിഡൻസ്? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. ഞാനാണെല്ലാം നിയന്ത്രിക്കുന്നത്, ഞാൻ ചെയ്തെടുക്കേണ്ടതാണെന്ന് ചിന്തിച്ചാൽ എൻ്റെ പരിമിതി അതിൻ്റെ മേൽ വ്യാപരിക്കും. ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ബൈ മൈ ലിമിറ്റേഷൻ. എന്നാൽ പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ ജീവിതം എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തണ്ട് വലിച്ചു വരഞ്ഞു എന്ന് ഈ ശിഷ്യന്മാരെ ഗലീലാക്കടലെ കടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. എന്നാൽ കാറ്റും കോളും ഒക്കെ വർദ്ധിച്ച് അവരെ തുഴഞ്ഞ് തണ്ട് വലിച്ചു വരഞ്ഞു എന്നാണ് മത്തായിയുടെ സുവിശേഷം 14 പറഞ്ഞിരിക്കുന്നത്. They became tired. പക്ഷെ നടുക്കടലിൽ അവർ പോയില്ല. കാരണം എന്നാണെന്നറിയാമോ? അവരുടെ കരത്തിലല്ല അവരുടെ തോണിയും, അവരുടെ കരത്തിലല്ല അവരുടെ ജീവിതവും, ദൈവത്തിൻ്റെ കരത്തിൽ ആയതുകൊണ്ട് they did not perish in the sea. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ ജീവിതമെന്ന് വിശ്വസിക്കാൻ ഇന്ന് കഴിയുമെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാം. കാരണം എൻ്റെ പരിമിതി ഒരു വിഷയമല്ല. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഞാനും നിങ്ങളും പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ചിലരെയൊക്കെ വലിയ വിഷമത്തിലാക്കും. കാരണം ഇതൊന്നും കൊണ്ടുവരാനുള്ള പ്രയാസം, തുടർമാനമായി കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രയാസം, തനിച്ച് കൊണ്ടുപോകാനുള്ളൊരു പ്രയാസം, എങ്ങനെയുള്ള പ്രയാസങ്ങൾ, ജോലിസ്ഥലത്ത് പലർക്കും ഉണ്ടാകുന്ന പ്രഷർ. വി ഫീൽ സോ പ്രസ്ഡ് ഡൗൺ. എന്നാൽ ഓർക്കണം, എൻ്റെ കരത്തിലല്ല എൻ്റെ ഭാവി, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിലാണ്. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ്, ഓ ഗോഡ്. ഈ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കൊച്ചുമോൻ ഒരു സ്റ്റോൺ പൊക്കാൻ ശ്രമിക്കുകയായി. പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടല്ലോ, വഴി കിടക്കുന്ന കല്ലൊക്കെ പൊക്കാൻ ശ്രമിക്കും. അപ്പോൾ എത്രയും നോക്കിയിട്ടും പൊങ്ങുന്നില്ല. അപ്പോൾ ഡാഡി അടുത്ത് വന്നേച്ച് പറഞ്ഞു, മോനെ സർ, യു ക്യാൻ ഡു ഇറ്റ്, നിനക്കൊക്കും. ഈ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്ന യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അവനൊരു ശ്വാസമൊക്കെ എടുത്തേച്ച് ഒന്നുകൂടെ ഒന്ന് പൊക്കാൻ നോക്കി, എന്നിട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ ഡാഡി പറഞ്ഞു, സൺ, യു ക്യാൻ ഡു ഇറ്റ്, യൂസ് ഓൾ യുവർ സ്ട്രെങ്ത്, യൂസ് all your strength. അപ്പോൾ അവൻ അല്പം കൂടെ ശ്വാസമൊക്കെ എടുത്തിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒന്ന് പൊക്കാൻ നോക്കി, പൊങ്ങിയില്ല. അപ്പം ഡാഡി ഒന്നുകൂടെ പറഞ്ഞു, സൺ, യു ക്യാൻ ഡു ഇറ്റ്, യൂസ് ഓൾ യുവർ സ്ട്രെങ്ത്. അപ്പോൾ ഈ കൊച്ചുമോനെ ഈ നിസ്സഹായനായി ഡാഡിയെ നോക്കിയപ്പോൾ ഡാഡി പറഞ്ഞു, സൺ, ലുക്ക് അറ്റ് മീ, ഐ ആം യുവർ സ്ട്രെങ്ത്, ഐ ആം യുവർ സ്ട്രെങ്ത്. നമ്മുടെ കാലഗതികൾ നമ്മുടെ കയ്യിലല്ല, പൊങ്ങത്തില്ല. അത് പൊക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയുന്നു, ലുക്ക് അറ്റ് ഹിം. സങ്കീർത്തനക്കാരനായ ദാവീദിനെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എനിക്കൊരുപാട് പരിമിതിയുണ്ട്. വിഷമങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യും, എങ്ങനെ ഇതിനെ ഒന്ന് തരണം ചെയ്യും, ഇതിന് എന്താ സൊല്യൂഷൻ? എത്ര കഴിവുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ നമ്മൾ ഹെൽപ്ലെസ് അല്ലയോ? വി ആർ ഹെൽപ്ലെസ്. ബട്ട് റിമെമ്പർ, മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. 2, നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിന് ഒരു അവസാനമാണ് തമ്പുരാൻ്റെ കരത്തിലാണെന്നോ നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ അനിശ്ചിതത്വമില്ല. എൻഡ് ഓഫ് അൺസർട്ടനിറ്റി.
നമ്മൾ പലപ്പോഴും പറയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, ഇനി എങ്ങോട്ടും നമ്മുടെ ജീവിതം ചലിക്കുമെന്ന് അറിഞ്ഞുകൂടാ. വി ഡോണ്ട് നോ. ആ വാക്ക് പറയേണ്ട ആവശ്യമില്ല ഇനി. കാരണം വി നോ. അപ്പോസ്തലൻ പറഞ്ഞു, ഐ നോ whom I have believed. He is able to keep that which I have committed until that day. അവൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി അന്ത്യത്തോളം കാക്കാൻ അവൻ ശക്തനാണ്. എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഐ നോ ഇറ്റ് ഈസ് സർട്ടൻ. അതുകൊണ്ടാണ് വിശ്വാസിക്ക് ഈ വിധിയുടെ കീഴിൽ ജീവിക്കുന്നവരല്ല. വി ആർ നോട്ട് അണ്ടർ ഫെയ്റ്റ്. ചിലർ പറയുമോ ഇത് അവൻ്റെ വിധിയാണെന്നില്ലേ? ദൈവവേദന അങ്ങനെ ഒരു കാര്യമില്ല. വിധിയല്ല, അവൻ്റെ കാര്യം ദൈവത്തിൻ്റെ കരത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് വിധിയുടെ കീഴിലാണ്? ഇതുകൊണ്ടാണ് ഈ വാട്ട് ദ സ്റ്റാർസ് പോർട്ടലിൽ വിശ്വാസി വായിക്കാത്തത്. അതറിയാമോ? നക്ഷത്രഫലം വായിക്കാത്തതിൻ്റെ കാര്യം ഇതുകൊണ്ട്. നക്ഷത്രഫലം വായിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. നക്ഷത്രങ്ങളെ വാനവിഹായത്തിൽ വലിച്ചെറിഞ്ഞ തമ്പുരാൻ്റെ കയ്യിലാണ് എൻ്റെ ജീവിതം. അപ്പോൾ ആ കരത്തിലാണ് എൻ്റെ ജീവിതമെങ്കിൽ നക്ഷത്രഫലം എനിക്ക് ആവശ്യമേ ഇല്ല. ഇറ്റ് ഈസ് സർട്ടൻ. എൻ്റെ ജീവിതം സർട്ടൻ. ഈ എറണാകുളത്തെ സുമിക്കൊരു കസിൻ സിസ്റ്ററുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴും അവരുടെ വീട്ടിൽ പോയി. നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്. അവിടുത്തെ ലേക്കിനോട് ഫേസ് ചെയ്ത അവിടെ ചിലപ്പോഴൊക്കെ അവരൊരു പ്രിവിലേജ് ഞങ്ങൾക്ക് തരും. അവിടെ 2 ദിവസം പോയി വിശ്രമിക്കാനൊക്കെ വിഗോതെ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടെ നിന്നുകൊണ്ട് ഈ വെള്ളത്തിലോട്ട് നോക്കുന്നുണ്ട്. ആഫ്രിക്കൻ പായൽ ഇവിടെ എല്ലാവർക്കും അറിയാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ വീട്. രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകും. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴുകും. ചിലപ്പോൾ അത് ഒരു ബോട്ട് അങ്ങോട്ട് പോയെങ്കിൽ അത് വലത്തോട്ട് പോകും. നമ്മുടെ ജീവിതം അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുകളും നാളുകളും ദൈവത്തിൻ്റെ കരത്തിലാണ്. ഒരു വിശ്വാസി ദൈവത്തോട് ചേർന്ന് നീ എൻ്റെ ദൈവം എന്ന് പറയുകയും ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ we are in the purposes of God. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിക്കുള്ളിലാണ് ഞാൻ എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരനിശ്ചിതത്വമില്ല. ഈ യോഹന്നാൻ സ്നാപകൻ ജനിച്ച സമയത്ത് ഒരു പേരൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും അങ്ങ് അതിശയിച്ചു. അപ്പോൾ കേട്ടവരൊക്കെ പറഞ്ഞു, ഈ പൈതല് എന്താകും? വാക്യം വായിച്ചിട്ടുണ്ടല്ലോ. ഈ പൈതൽ അവർക്കേ ഉള്ളു ചിന്താക്കുഴപ്പം. അവനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ കാലഗതികളെ നിശ്ചയിക്കുന്ന ദൈവത്തിന് ഒരു ചിന്താക്കുഴപ്പവുമില്ല. അവൻ എന്താകുമെന്ന് തമ്പുരാൻ അറിയാം. അപ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നമുക്ക് അനിശ്ചിതത്വമില്ല, ഒരു അൺസർട്ടനിറ്റിക്ക് സാധ്യതയില്ല. God has a plan and it will end well. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ ജീവിതമെങ്കിൽ, എൻ്റെ കാലഗതികൾ തമ്പുരാൻ്റെ കരത്തിലാണെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരും. പക്ഷേ അത് അവസാനിക്കുമ്പോൾ ഇറ്റ് വിൽ എൻഡ് വെൽ. കാരണം കർത്താവ് ഒരു കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുത്തിട്ടുണ്ടല്ലേ. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നു. സഭാപ്രസംഗി കാലങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയപ്പോൾ പല കാലങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും 3:11 അദ്ദേഹം പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെ ശാശ്വതമാണ്. അവൻ ചെയ്യുന്നതൊക്കെ ശാശ്വതം. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞു, he makes all things beautiful in his time. In his time. അപ്പോൾ 2 കാര്യം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ കാലഗതികൾ എങ്കിൽ എൻ്റെ കരത്തിലല്ല. അതുകൊണ്ട് എൻ്റെ അപര്യാപ്തത ഒരു വിഷയമേ അല്ല. തമ്പുരാൻ നിവർത്തിച്ചോളും. ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ കാലഗതികളെങ്കിൽ ഒരനിശ്ചിതത്വവും ഇല്ല. ബിക്കോസ് ഹി മൂവ്സ് എവ്രി മോമെന്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും തമ്പുരാൻ നിയന്ത്രിക്കുന്നതുകൊണ്ട് എവിടെ അവസാനിക്കും, ഈ പൈതൽ എന്താകുമെന്ന് തമ്പുരാൻ അറിയാം, ഈ വ്യക്തി എന്താകുമെന്ന് ദൈവത്തിനറിയാം. ഹി വിൽ എൻഡ് ഇറ്റ് വെൽ. 3,
നമ്മുടെ ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, ഭദ്രതയില്ലായ്മയ്ക്ക് അവസാനം നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കരുത്തിലാണ്. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പാട്ട് പാടുമ്പോഴും പാടുന്നെങ്കിലും ആസ്വദിക്കുന്നെങ്കിലും അകത്തോട്ട് കയറുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് പാടിയെന്നു, ഞാൻ അവൻ ഉള്ളം കയ്യിൽ ഇരിക്കയാൽ. ആരുമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആരുമില്ല എനിക്ക് ദോഷം ചെയ്യാൻ. വി ആർ ഇൻ ഹിസ് ഹാൻഡ്. എന്ത് വലിയ കരമാണെന്നറിയോ? യെശയ്യാ 40:12 സമുദ്രത്തിലെ വെള്ളം എല്ലാം കൂടെ ഉള്ളം കയ്യിൽ അളക്കുന്നൊരു ആ കരമാണ്. ആകാശം അളക്കാൻ തീരുമാനിക്കുമ്പോൾ ചാണുകൊണ്ട്, കരത്തിലെ ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുന്ന ദൈവത്തിൻ്റെ വൻ കരത്തിലാണ് എൻ്റെ ജീവിതമെങ്കിൽ മൈ ലൈഫ് ഈസ് സെക്യൂർ. യോഹന്നാൻ 10:29 കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, അവയെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. നോ വൺ. പക്ഷെ ഇതൊക്കെ അർത്ഥവത്തായി തീരണമെങ്കിൽ ഈ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിനോട് ചേർത്ത് അതിന് മുമ്പ് പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നീ എൻ്റെ ദൈവമാകും, അത് പറയണം. മറ്റ് ദൈവങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവമേ ഉള്ളൂ, നീ എൻ്റെ ദൈവമാകും. 2, ഞാൻ നിന്നിൽ ഐ ട്രസ്റ്റ് യു ലോർഡ്. അങ്ങനെയാകുമ്പോൾ എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. 4, അപ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റിക്ക് അവസാനമായി അടുത്തത്, ഇറ്റ് പുട്ട്സ് ആൻ എൻഡ് ടു ഫിയർ ഓഫ് മാൻ. മനുഷ്യഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇവിടെ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഞാനത് ചെയ്തു കളയും, നിന്നെ ഞാൻ ഒതുക്കും. ഞാനൊരു നാട്ടുഭാഷ അങ്ങ് ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഞാൻ കാണിച്ചു തരാം. കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഒരു പേടി ഇല്ലയോ? പേടിക്കണ്ട. അവരുടെ കയ്യിലല്ല എൻ്റെ കാലഗതി. My times are not in their hands. My times are in God's hand. യോസേഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചു, ഒതുക്കാവുന്നില്ലേ, അവരോടത്ത് അവരുടെ കരം കൊണ്ട് തീർത്തേക്കാവുന്നു. കാലങ്ങൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു. രൂബേനെ, യഹൂദേ, നിങ്ങളുടെ കയ്യിലല്ല എൻ്റെ യോസേഫ് അവൻ്റെ കാലഗതികൾ. ഐ ഹാവ് ഗിവൺ ഹിം എ ഡ്രീം. ഞാനൊരു സ്വപ്നം അവന് കൊടുത്തു. ആ സ്വപ്നം തീരുന്നത് വരെ അവൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിലാണ്. എത്ര മനോഹരമില്ലേ? പൊത്തിപ്പേരുടെ ഭാര്യ വിചാരിച്ചു ഞാൻ പറഞ്ഞ കഥയ്ക്കുള്ളിൽ ഇവൻ തീരുമെന്ന്. അത്രയും ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ? ഇല്ലേ? തമ്പുരാന്റെ കരത്തിലാണെങ്കിൽ ഒരു കഥയ്ക്കകത്തും തീരത്തില്ല. തമ്പുരാന്റെ കരത്തിലിരിക്കുന്നവനെ സൂക്ഷിക്കാൻ ദൈവത്തിനറിയാം. ഗോഡ് നോസ്. We are not in the hands even our enemies. No. ശത്രുക്കൾ സാധാരണഗതി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് പല പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്ത് എൻ്റെ ജീവനെ എടുത്തു കളയാൻ കണ്ടു. 13-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. അതിനോട് ചേർത്താ പറഞ്ഞ എങ്കിലും കണ്ടു, എങ്കിലും. അപ്പോൾ ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, നമ്മളെ വളരെ അസ്ഥിരപ്പെടുത്തുന്ന സമയങ്ങൾ വരുമ്പോൾ, ഭാരപ്പെടുത്തുമ്പോൾ ഓർത്തോളണം, അവരുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കരത്തിലാണ്. ഞാൻ അവനുള്ളം കയ്യിലിരിക്കാൻ ആരും ഇല്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. നമ്മെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നൊരു കർത്താവ്. പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ഭീഷണികൾ കേട്ടില്ലയോ? ഇന്ന് വരെ തമ്പുരാൻ സൂക്ഷിച്ചില്ലയോ?
ഇന്ന് വരെ സൂക്ഷിച്ച ദൈവം ഇനിയും സൂക്ഷിപ്പാൻ ശക്തൻ തന്നെയാണ്. എന്നാൽ അവൻ നമ്മുടെ ദൈവമായിരിക്കണം, അവനിൽ തന്നെ ആശ്രയിക്കണം. ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ God will keep you. അടുത്തത് 5. It puts an end to anxiety and worry. ആകുല ചിന്തയിൽ നിന്ന് നമ്മെ വിടുവിക്കും. കാരണം നമ്മുടെ ജീവിത കാലഗതികൾ ആരുടെ കയ്യില്ല? ദൈവത്തിൻ്റെ കയ്യിൽ. മനുഷ്യരെല്ലാം ആവശ്യക്കാരാണ്, എന്തെങ്കിലും രീതിയിൽ ആവശ്യക്കാരാണ്. ഏതെല്ലാം തലത്തിൽ വന്നാലും ആവശ്യക്കാരാണ്. എല്ലാവരും ഒരു കാര്യത്തിലല്ലെന്നേ ഉള്ളൂ. ചിലർക്ക് സമ്പത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് സാമ്പത്തിക ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും വേറെ ആവശ്യം കാണും. വി ആർ ഓൾ നീഡി പീപ്പിൾ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വറി വരുന്നതെന്നറിയാമോ? ആങ്സൈറ്റി, ആശങ്കകൾ. നമ്മൾ പലപ്പോഴും പലതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വന്ന് നമ്മളെ മുട്ടുന്ന സമയത്ത് വി ഡോണ്ട് നോ വാട്ട് ടു ഡു. കർത്താവ് എങ്ങനെയായില്ലേ? സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവർ, ജോലി പോകുമ്പോഴൊക്കെ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ ഓർത്തോണം, എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ തൻ്റെ കരം കൊണ്ട് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കണം. മൈ ടൈംസ് ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. ആ കരം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. തന്നിൽ ആശ്രയിക്കുന്ന 19-ാം വാക്യം നോക്കി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉപയോഗിച്ച ഉദാഹരണമാണെങ്കിലും ഒന്നുകൂടെ ഈ ഒരു കപ്പലിങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു കപ്പലിങ്ങനെ ആടി വിലയുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ഭാരപ്പെട്ടു, എന്താകുമെന്ന്. അപ്പോൾ ഒരു കൊച്ചനെ അതിനകത്തൂടെ ഈ പേടിച്ച് ഡെക്കെ കയറിയിച്ച് ഈ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കി. അപ്പോൾ ക്യാപ്റ്റനെ നോക്കിയപ്പോൾ ക്യാപ്റ്റൻ ഒന്ന് ചിരിച്ചു. ക്യാപ്റ്റൻ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി ഇങ്ങ് താഴെ വന്നു. എന്നുവെച്ച് പറഞ്ഞു, the rudder is still in the hands of the captain. And he is smiling. റഡറെ നിയന്ത്രിക്കുന്ന റഡറെ ക്യാപ്റ്റൻ്റെ കയ്യിൽ തന്നെയാകട്ടോ. പക്ഷെ അവൻ ചിരിക്കുക. ഈ സ്മൈലിങ്, ഇറ്റ്സ് ഓക്കെ. സ്വർഗത്തിലിരിക്കുന്ന കപ്പിത്താൻ, അവൻ്റെ കരത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ റഡർ. ഈസ് നോട്ട് ഷേക്കൻ ബൈ സിറ്റുവേഷൻ. നമ്മുടെ പ്രയാസം കൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കൊണ്ട് തമ്പുരാൻ ഇളകിയിട്ടില്ല. ഇന്ന് വാസ്തവത്തിൽ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ he is still smiling. He is still smiling. God will take care of you. ഇതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? നല്ലൊരു സന്ദേശമാണിത്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഹൗ ടു റെസ്പോണ്ട്. 1, ബി ഗ്രേറ്റ്ഫുൾ. 21-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവ ബി ഗ്രേറ്റ്ഫുൾ. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും സന്തോഷവും സ്തുതിയും ഉള്ളവരായി ജീവിക്കണം. അധരവലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഹിം, താങ്ക് ഹിം, ഓൾവേസ് പ്രൈസ് ഹിം. ദൈവത്തിൻ്റെ കരുതലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം എത്ര മനോഹരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതോർത്ത് സ്തോത്രം. 2, പ്രാർത്ഥിക്കണം. 2-ാം വാക്യം മുതൽ ഇതിൻ്റെ നല്ലൊരു ഭാഗം ഇറ്റ് ഈസ് എ സാം ഓഫ് പ്രയർ. ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ജീവിതം എന്ന് വിശ്വസിക്കുമ്പോൾ കണ്ടിന്യൂ ടു പ്രേ. പ്രാർത്ഥിച്ചോളൂ. നെവർ സ്റ്റോപ്പ് പ്രേ. നമ്മുടെ ജീവിതത്തിനകത്ത് ആശങ്കയും പ്രയാസവും ഒക്കെ വരുന്ന നമ്മളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വേണ്ടുമ്പോൾ ഇരിക്കാത്തതുകൊണ്ട്, ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർക്കുമ്പോൾ, പഴയ കാലത്തൊരു പാട്ടുകാരൻ പറഞ്ഞത്, ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോൾ ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു സന്നിധി മമ.
Praise him, pray. 21 വാക്യം നോക്കിക്കാട്ടെ. സകല വിശുദ്ധന്മാരും അവനെ സ്നേഹിപ്പിൻ. കണ്ടിന്യൂ ടു ലവ് ഹിം. കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം. ലവിംഗ്ലി സബ്മിറ്റ് ടു ഹിസ് വിൽ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 4ാമത് പറഞ്ഞിരിക്കുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും. 24 അവനിൽ ധൈര്യപ്പെടും. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അവനിൽ ധൈര്യപ്പെട്ടിരിക്കും. കണ്ടിന്യൂ ടു ലവ്. ഞാൻ അതിനൊരു അല്പം വ്യാഖ്യാനം കൊടുക്കാൻ, കണ്ടിന്യൂ ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു. ജീവിത പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കരുത്. ജോലി പോയെങ്കിൽ കർത്താവിൻ്റെ പ്രോവിഡൻസിൽ ജോലി തരാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അപ്ലൈ ചെയ്യണം കേട്ടോ. ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ പോകണം. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയിൽ ധൈര്യപ്പെട്ട് കണ്ടിന്യൂ ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകണം. അവസാനമായി കണ്ടിന്യൂ ടു ട്രസ്റ്റ് ഹിം. അവനിൽ ആശ്രയിക്കും. നോക്കിക്കാട്ടെ, 5ാമത്തെ വാക്യത്തിൽ ഇവിടെ നിന്നാണ് ക്രൂസിൽ നിന്ന് വന്ന ഒരു മൊഴി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ, ലോർഡ് ഐ ട്രസ്റ്റ് മൈ മോസ്റ്റ് പ്രഷ്യസ് തിങ് വിത്ത് യു. ഞാൻ നിന്നിൽ ആശ്രയിക്കും. എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേൽപ്പിക്കും. പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നടത്തുവാൻ പ്രാപ്തനും വിശ്വസ്തനുമായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രയാസവും സങ്കടവും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ടു ലവ് ഹിം, കണ്ടിന്യൂ ടു ട്രസ്റ്റ് ഹിം. യഹോവേ, നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ്. ഒരുപക്ഷെ ഇന്ന് രാത്രി വന്നിട്ടുള്ള ആരെങ്കിലും വലിയ വേദനയുടെ കാലത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, യു മേ ബി സേയിങ്, ലോർഡ്, ഇറ്റ്സ് ഹാർഡ് ടൈംസ്, വെരി ഹാർഡ് ടൈം. Maybe it is. ഇന്നത്തെ വചനം ഓർത്തോണേ, എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇറ്റ് ലെൻഡ് വെൽ. നന്നായി അവസാനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. എൻ്റെ കയ്യിലല്ല, മറ്റുള്ളവരുടെ കയ്യിലല്ല, സാഹചര്യത്തിൻ്റെ കയ്യിലല്ല, ശത്രുക്കളുടെ കയ്യിലുമല്ല. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനുള്ളം കൈയിലിരിക്കെ ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കെ ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ. എന്നെനിക്കു നേരിടുന്ന
പ്രയാസത്തിൻ്റെ, ദുഃഖത്തിൻ്റെ. ഒരു കാര്യം സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് കൈ കുഴഞ്ഞ് തണ്ട് വലിച്ചു വലഞ്ഞു. ചിന്തിക്കുന്നത് അക്കരെ എത്തും. ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ഹാൻഡ്സ്. കടലിൻ്റെ കോളിളക്കങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനൊക്കത്തില്ല. അൺസർട്ടനിറ്റി ഒന്നുമില്ല. മറ്റുള്ളവരുടെ കയ്യിലല്ല, ദോഷം നിരൂപിക്കുന്നവരുടെ കയ്യിലല്ല. നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. വിശ്വാസത്തോടും ഉറപ്പോടും അവനെ സ്നേഹിച്ചു, അവനിൽ വിശ്വസിച്ചു, അവനിൽ ആശ്രയിച്ചു, ഇടപെടാതെ സ്തോത്രം ചെയ്തു ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും.